ഇന്ന് ഞായറാഴ്ച ദിവസമായിട്ട് പള്ളിയിൽ പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ അല്ലേ. അപ്പം അങ്ങനെ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഒട്ടും വയ്യാതെ ഇരിക്കുമായിരുന്നു. എന്നാലും വിചാരിച്ച് പോയേക്കാം. ഇനിയിപ്പോൾ പ്രസവിച്ചൊക്കെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റില്ലല്ലോ, ഒരു 2-3 മാസം കഴിയാണ്ട്. അപ്പോൾ പോയേക്കാമെന്ന് വിചാരിച്ച് ഇതാ പിള്ളേർക്ക് വേദപാഠമുണ്ട്, പള്ളിയിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ പിള്ളേരെയും വാരി കെട്ടി വണ്ടിയിലാക്കി ഇതാ ഞങ്ങളങ്ങനെ പോയിട്ടോ. പോയിക്കൊണ്ടിരുന്നു. കുർബാനയൊക്കെ കഴിഞ്ഞു. ഇതാ തിരിച്ച് നമ്മൾ പള്ളിയിലെ കുർബാനയൊക്കെ കണ്ട് നാട്ടുകാരോടൊക്കെ വർത്താനം വിശേഷമൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് തന്നെ തിരിച്ച് പോന്നു. എന്നിട്ട് അപ്പോൾ ഇന്ന് വീട്ടിൽ അമ്മയുള്ളത് കൊണ്ട് ഭക്ഷണമൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. വന്ന പാടത്തന്നെ കയ്യും കഴുകി ഇതാ ഭക്ഷണത്തിന് മുമ്പിൽ ഇരുന്ന് 2 അപ്പവും കടലക്കറിയൊക്കെ കൂടി എടുത്ത് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും അറിയേണ്ടി വന്നില്ല, വെറുതെ കൈ കഴുകി അങ്ങ് ഇരുന്നാൽ മതിയായിരുന്നു. അമ്മയുള്ളത് കൊണ്ട് എന്തൊരു സുഖം. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തലേദിവസം ഒട്ടും ഉറങ്ങിയില്ലായിരുന്നു. എനിക്ക് എന്തൊക്കെയോ വേദനയും പീഡയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഉറക്കക്ഷീണം എല്ലാം കൂടെ തീർക്കാൻ വേണ്ടി ഞാൻ പുതച്ച് മൂടി കിടന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതാ മമ്മി ബിരിയാണിയും ചിക്കനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വൈകുന്നേരം ഇരുന്നിട്ട് നല്ലപോലെ കഴിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നല്ലൊരു സമാധാന സംതൃപ്തിയൊക്കെ ആയി. ചിക്കനും ബിരിയാണിയൊക്കെ കഴിച്ചപ്പോഴത്തേക്കും അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച ദിവസം അങ്ങനെ ഇന്ന് പോയി കിട്ടിട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഞായറാഴ്ചത്തെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളെ.